പാട്ടെഴുത്ത് മേഖലയിലേക്ക് യാദൃശികമായിട്ടുള്ള കടന്നുവരവാണ് ശരിക്കും ഉണ്ടായത്. ഒരു പാട്ടിൽ നിന്ന് കളിച്ച് ലാസ്റ്റ് ഒരു പാട്ട് ശരിക്കും എൻ്റെ പാട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. മലരയും മദീന തോപ്പിലും നബീന മീൻ പൊരുൾ മുഹമ്മദി മുസ്തഫ റജാന. എൻ്റെ ഈ പാട്ടിൻ്റെ മേഖലയിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടതും വലിയ ഉസ്താദ് തന്നെയാണ്. ഒരു വില്ലിൻ ഇരുതെല്ലിടയിൽ ഒരു നുള്ളളവിൽ ചെറുപഴുതിട്ട് ആബ കൗസൈനി കുറുബ അതിലും അതിനയിൽ അതിശയ ജ്യോതി. ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ വീണ വീട്ടിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. സലാമൻ സലാമ 3 മിനിറ്റുള്ള ഒറ്റ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിയാൻ തന്നെ 3 മണിക്കൂറിലധികം പിടിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചടുലമായ ചുവട് വെച്ച് ചിതറിടാത്ത ചിത്തമൊത്ത് പടകളത്തിലേക്ക് നാം സടകുടഞ്ഞു നീങ്ങുക. നൂലറ്റ പട്ടമായി യുവത മാറുമ്പോൾ നാം നമ്മോട് തന്നെ സമരമാവുക. ജിഹാദിൻ നഫ്സാണ് ശരിക്ക് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ബദർ ഖമർ എന്നുള്ള ഈ ഖമറൈന് ഇത് രണ്ടും മതി. കുറേ കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞങ്ങളെ കൂട്ടിൽ കിട്ടിയേക്കണം. ഒരുപാട് കാലമായിട്ട് ആളെ ഞങ്ങൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. പല ഒഴിവും പറഞ്ഞിട്ട് ആൾ മാറിയെടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ആളെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ആരാ ആള്, എന്താ ആള് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മഹദിൻ്റെ വീഡിയോസ് വരുമ്പോൾ മഹദിൻ അക്കാദമിയിൽ നിന്ന് വരുന്ന എല്ലാ പാട്ടുകളുടെ ബാക്കിലും ഇയാളുടെ കൈകളുണ്ട്. പക്ഷേ ഇയാളെ രംഗത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ ഇയാളെ രംഗത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. HS മൂന്നിയൂർ അഥവാ ഹബീബ് സഅദി മൂന്നിയൂർ. ഉസ്താദ് അസ്സലാമു അലൈക്കും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയേക്കാണ്. നിങ്ങളെ പെടുത്തി ഞങ്ങൾ അപ്പം നിങ്ങൾ മൊത്തത്തിൽ പൂട്ടാൻ പോവുകയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറേ പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പാട്ടെഴുത്തിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾ വരുന്നത്? പാട്ടെഴുത്ത് മേഖലയിലേക്ക് യാദൃശികമായിട്ടുള്ള കടന്നുവരവാണ് ശരിക്കും ഉണ്ടായത്. ജീവിതത്തിൽ ഒരു പാട്ട് പോലും എഴുതുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. അത് ചിലപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുന്ന ആളുകളുടെ എൻ്റെ കൂടെ പഠിച്ച നമ്മളെ കൂടെ കിടന്നുറങ്ങിയ ഒരുപാട് ആളുകൾ പോലും ഇത് കാണുന്നവരും കേൾക്കുന്നവരും അവർക്ക് ശരിക്കിത് ബോധ്യപ്പെടുകയും ചെയ്യാൻ പറഞ്ഞത് കറക്റ്റാണെന്നുള്ളത്. കാരണം അവർക്ക് ശരിക്കറിയാം പഠനകാലത്തൊന്നും യഥാർത്ഥത്തിൽ പാട്ടെഴുത്തോ പാട്ട് പാടലോ അങ്ങനെ ഒരു മേഖലയിൽ ഞാൻ ഇല്ലാത്ത ആളാണ്. പിന്നെ ഈ പാട്ട് മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത് നമ്മളെ അതിൻ്റെ പഴയ കാലങ്ങളിലോ ഒക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പാട്ടുകൾക്ക് പുറമെയുള്ള ആരെയോടെങ്കിലൊക്കെ എഴുതാനൊക്കെ പറയുക ചെയ്യുക. നല്ല കാശുകളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിച്ച് പിന്നെ അത് അവർ അയച്ചു തന്ന് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുക. പിന്നെ എല്ലാ സമയത്തും അവർക്കും ഒഴിവുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. പല സമയത്തും വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല, അല്ലെങ്കിൽ അവർ തിരക്കിലായിരിക്കും. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും അവർക്കും ഉണ്ടാവും, തിരക്ക് ഉണ്ടാവുമല്ലോ. ആ നിലക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഞാൻ തന്നെ പിന്നെ അവർ പല പാട്ടിൽ ഞാൻ തന്നെ പേരൊക്കെ മാറ്റാൻ തുടങ്ങി. പിന്നെ പേര് മാറ്റി പിന്നെ ഈ വിശേഷണങ്ങൾ എല്ലാ ഗസ്റ്റിനും ഇപ്പോൾ ഒരേ വിശേഷണം കൊടുക്കണമെന്ന് ശരിയല്ലല്ലോ. യൂസുഫ് അലി സാറ് വരുമ്പോൾ അവർക്കുള്ള അതേ ഇത് മറ്റുള്ളവർക്ക് കലക്ടർ വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. രണ്ട് തലങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾക്കനുസരിച്ചുള്ള വിശേഷണങ്ങൾ പതുക്കെ ഇങ്ങനെ മാറ്റാൻ തുടങ്ങി. പിന്നെ അത് എന്നും ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ ഒരേ ട്യൂൺ തന്നെ, പേരും വിശേഷണം മാത്രം മാറുന്നുള്ളൂ. അതും ഒരു സുഖമില്ലാന്ന് തോന്നി. പിന്നെ ട്യൂൺ മാറ്റാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു പാട്ടിൽ നിന്ന് കളിച്ച് ലാസ്റ്റ് ഒരു പാട്ട് ശരിക്കും എൻ്റെ പാട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. പുറത്തെഴുതുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി. പിന്നെ അതെ പതുക്കെ അതിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പല പാട്ടുകളും പല ഭാഗങ്ങളിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ടൂണ് മാറ്റി, പിന്നെ വിശേഷണങ്ങൾ മാറ്റി, പിന്നെ മൊത്തത്തിൽ പാട്ട് എഴുതുന്ന ആൾക്കാരും മാറ്റി നിങ്ങൾ തന്നെ ആയി. ആദ്യം എഴുതിയ പാട്ട് എഴുതിക്കാറ്? ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ശരിക്ക് നമ്മൾ ഏകദേശം എൻ്റെ ഓർമ്മ അതിൽ 2013-14 കാലഘട്ടത്തിൽ ഉംറക്ക് പോയ സമയത്ത് മദീനയിൽ വെച്ചിട്ട് റൗദയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് തബറുക്കിന് വേണ്ടിയിട്ട് ഒറ്റ വരി അവിടുന്ന് എഴുതി വെച്ചു. ഒന്ന് 2 വരികൾ മാത്രം തബറുക്കിന് വേണ്ടി അവിടുന്ന് തുടങ്ങി വെച്ചു. ബാക്കി ഇവിടുന്ന് പൂർത്തിയായി. മലരയും മദീന തോപ്പിലും നബീന മീൻ പൊരുൾ മുഹമ്മദി മുസ്തഫ റജാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു
പാട്ടാണ് ഫസ്റ്റായിട്ട് ഞാൻ എഴുതിയതാണ്. മതിലിൽ നമ്മൾ ഒരു കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ മതിലിലെ എല്ലാ സ്റ്റാഫിനും ഉസ്താദ് കൊടുക്കുന്ന ഒരു വലിയൊരു പിന്തുണ ഉണ്ട്, ഉസ്താദിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പം ഇത്രയും പാട്ടുകൾ അല്ലെങ്കിൽ ഇത്രയും പാട്ടുകൾ എഴുതി മതിനെ ഒരുപാട് മുന്നോട്ട് എത്തിക്കാൻ സഹായിച്ച ഒരു ഇതെന്നുള്ളതിൽ നിങ്ങളെ ജീവിതത്തിൽ ഉസ്താദിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അങ്ങനെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര ഒരു ചോദ്യമാണ്, മതിലുള്ള എല്ലാവർക്കും ഉത്തരം പറയാൻ ഭയങ്കര ഒരു ഇതുള്ളൊരു ചോദ്യമാണ് അത്, ഉസ്താദിൻ്റെ ഒരു സപ്പോർട്ട്. ഈ ചോദ്യത്തിന് നമുക്ക് എവിടെ നിന്ന് മറുപടി തുടങ്ങണമെന്ന് പോലും നമുക്ക് അറിയാത്ത വലിയൊരു ചോദ്യമാണ്. അതെ, യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ല കുഴങ്ങളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് മറുപടി തുടങ്ങുന്നതെന്ന് പോലും അറിയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും ഉസ്താദ് തന്നെയാണ് എല്ലാം, A to Z. പ്രത്യേകിച്ച് എൻ്റെ ഈ പാട്ടിൻ്റെ മേഖലയിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടതും വലിയ ഉസ്താദ് തന്നെയാണ്. ബദർ സാദാത്ത് മുന്നിലായ ഖലീൽ ബുഖാരി തങ്ങൾ, അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. അവരാണ് എന്നെ ഈ മേഖലയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്നിലൊരു കവിത്വം അതല്ലെങ്കിൽ രചന, കവിത എഴുതാനുള്ള ഒരു പാട്ട് എഴുതാനുള്ള ഒരു കവിത്വം എന്നിലുണ്ട് എന്ന് ഞാൻ പോലും അറിയാത്ത അത് കണ്ടുപിടിച്ചത് ശരിക്കും വലിയ ഉസ്താദാണ്, ബദർ സാദാത്ത് ഉസ്താദാണ്. അവിടുന്ന് നൽകുന്ന ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പാട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഉസ്താദ് ശരിക്കത് കേട്ടിട്ട് അതിൻ്റെ സന്തോഷങ്ങൾ ഉസ്താദ് അറിയിക്കും. അതുപോലെ തന്നെ ഹിറ്റായ പാട്ടുകൾ, ആദ്യമായിട്ട് ഹിറ്റായ പാട്ട് ശരിക്കും നമ്മളെ മേര ഭാരത് ഹേ എന്നുള്ള പാട്ടായിരുന്നു ആദ്യം ഹിറ്റായിട്ടുള്ളത്. അന്ന് ശരിക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെടും. അന്ന് ഉസ്താദ് വിദേശത്താണുള്ളത്. ഉസ്താദ് എനിക്കൊരുപാട് വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ലായിരുന്നു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദ് പറഞ്ഞാൽ 100 തിരക്കിൻ്റെ ഇടയിലും നമ്മളെപ്പോലെ ഉള്ള ചെറിയ ചെറിയ ആളുകളൊക്കെ വിളിച്ച് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എന്താ പെടാപ്പാട് കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സങ്കടം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. ഒരു ദിവസം ഞാൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്തിൻ്റെ ഉസ്താദിൻ്റെ ഫോൺ വരുന്നത്. എന്നിട്ട് ഉസ്താദ് ആദ്യം തന്നെ പറഞ്ഞത്, ഹബീബ് സാഹിബ് നിങ്ങൾ ഇന്നലെ രാത്രി ഞാൻ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്, ഇപ്പോഴാണ് നിങ്ങളെ കിട്ടിയത്. ഞാൻ ഒരുപാട് ആളുകൾ നിങ്ങളെ പാട്ട് കേട്ടിട്ട് ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ദുആ ചെയ്തു തന്നു. യഥാർത്ഥത്തിൽ പല സമയത്തും ഇതുപോലെ തന്നെ ഉസ്താദ് റൂമിലൊക്കെ വിളിച്ചിട്ട് പാട്ടുകളെ പറ്റിയൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരുപാട് ദുആ ചെയ്ത് തരാറുണ്ട്. ഏത് പാട്ടിൻ്റെയും പിന്നിലും മുന്നിലും ഒക്കെ ശരിക്കും ഉസ്താദ് തന്നെയാണ്. ബദർ സാദാത്ത് വലിയ ഉസ്താദ് തന്നെയാണ്, A to Z. എനിക്ക് ഇതിൽ ഒന്നുമില്ല, ശരിക്കും ഉസ്താദ് തന്നെയാണ്. പാട്ട് എഴുതുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞു, പാട്ട് എഴുതി കിട്ടാൻ അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മളൊരു സന്ദർഭം ആലോചിച്ച് ഇന്ന സന്ദർഭത്തേക്ക് മാച്ചായ ഒരു വരികൾ എഴുതി ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കഷ്ടപ്പാടാണ് ഒരു പാട്ട് ഒരു വരിയിൽ നിന്ന് തുടങ്ങി ലാസ്റ്റിലേക്ക് എത്തുന്ന ആ പാട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം പണി അതിൻ്റെ ബാക്കിലുണ്ട്? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രയാസം ഉണ്ടാവേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതെ, റിപ്പബ്ലിക് സോങ് പോലും അത് എഴുതാൻ എനിക്കാകെ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവുക സംശയമാണ്. അത്ര എടുത്തിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുന്നിലും പിന്നിലും അതിനാളുണ്ട്, നമ്മളെ നയിക്കാൻ ആളുണ്ട്. ശരിക്കും നമ്മളല്ല നമ്മളെ പേന ചലിപ്പിക്കുന്നത്, നമ്മൾ ജസ്റ്റ് അതിനൊരു കാരണമാകുന്നത് മാത്രം. പിന്നെ നമ്മൾ പേടിക്കാനില്ല. അതെ, ഇപ്പം നിങ്ങൾ പാട്ട് എഴുതുന്നത് ഒരു ഭാഗത്താണ്, പാട്ട് എഴുതുന്നതൊക്കെ ഒരു ഭാഗത്താണ്. ഈ പാട്ട് എഴുതിയ പാട്ടിനെ കമ്പോസ് ചെയ്യണതും നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളെ പാട്ടുകളിൽ പാട്ട് എഴുതണവും നിങ്ങൾ തന്നെയാണ്, കമ്പോസ് ചെയ്യണവും നിങ്ങൾ തന്നെയാണ്. ഈ എഴുതിയിട്ട് അതിൻ്റെ കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ രീതി? കമ്പോസിങ് ഞാനും മുബഷിറും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് ചെയ്യാറുള്ളത്. പാടി പാടി പറഞ്ഞാൽ നമ്മളൊരു താളത്തിൽ എഴുതിയിട്ട് അവനും കൂട്ടിയിരുത്തിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ പാട്ട് എഴുതണത് ആ ആളുകൾക്ക് പറ്റിയ രൂപത്തിൽ എഴുതിയിട്ട് പിന്നെ ഞാനും മുബഷിറോട് ഇരിക്കുന്നു, ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു താളം പറഞ്ഞു കൊടുക്കണം, ആ ശൈലിയിൽ അവന് പാടണം. പിന്നെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആക്കണം. അവർ അങ്ങനെയല്ല, ഒന്നുകൂടി കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി ഇറക്കി കൊടുക്കണം, ഈ രൂപത്തിൽ പോകണമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓനങ്ങനെ പാടണം.
അങ്ങനെ ചെയ്യാറ്. കുറേ പാട്ടുകൾ എഴുതിയതിൽ പല പാട്ടുകളും വൈറലായിട്ടുണ്ട്. അപ്പം അതിൽ പല പാട്ടുകൾ വൈറലാണേക്കാൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വരികളാണ്. വരികളിൽ നോക്കുമ്പം ഓരോ വരിയിലും ഒരുപാട് അർത്ഥം നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഓരോ ചെറിയ വരിയാണെങ്കിൽ പോലും അതിൽ ഒരുപാട് അർത്ഥങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ചില വരി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദമക് ചമക്കിൻ്റെ വരികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വില്ലിന് ഇരുതല്ലിടയിൽ ഒരു നുള്ളളവിൽ ചെറുപഴുതിട്ട് ആ ഒരു വരിയിൽ ശരിക്കും അതൊരു 2 വരിയാണെങ്കിലും അതിൽ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള അർത്ഥമുണ്ട്. ആ ഒരു 2 വരിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആ ഒരു ഇതൊന്ന് പറഞ്ഞത്, അതിൻ്റെ ഒരു വിശദീകരണം ഒന്നും കൂടി കേൾക്കാനൊരു ഭയങ്കര ആഗ്രഹം. ദമക്ക് ചമക്ക് എന്നുള്ള ഈ പാട്ടിൻ്റെ ശരിക്കുള്ള പ്രമേയം തന്നെ ഇസ്രാ മിറാജാണ് ശരിക്ക്. അത് സൂറത്തു നജ്മിലെ വഹുവ ബിൽ ഉഫുഖിൽ അഅല സുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, ഇങ്ങനെ തുടങ്ങിയുള്ള ആ ഭാഗങ്ങളാണ് ഈ പാട്ട് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറയുന്ന ആ ഭാഗങ്ങൾ അതൊക്കെ മഹാന്മാർ ഒരുപാട് വിശദീകരിച്ച ഭാഗങ്ങളാണ്. അതിനെ അത്രയും വലിയൊരു ആശയത്തെ പരമാവധി ചുരുക്കിയിട്ട് 2-3 വരിയിലേക്ക് കൊണ്ട് വരാൻ പരമാവധി ശ്രമിച്ചിരുന്നു. അത് അൽഹംദുലില്ലാഹ് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഖാബ ഖൗസൈനി ഔ അദ്ന, അതാണ് അതിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ളത്. ഒരു വില്ലിൻ ഇരുതെല്ലിടയിൽ ഒരു നുള്ളളവിൽ ചെറുപഴുതിട്ട് ഖാബ ഖൗസൈനി ഖുർബ, അതിലും അതിനയിൽ അതിശയ ജ്യോതി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവും ചേർന്നിരുന്ന വലിയൊരു സുന്ദരമായ നിമിഷം, നമുക്ക് ഊഹിക്കാനോ പോലും പറ്റാത്ത അള്ളാഹുവിൻ്റെ അടുത്ത് എത്രത്തോളം അടുത്ത് ഇരുന്ന് എന്നുള്ളത് അതിൽ ശരിക്കും പറയുന്നുണ്ട്. ഒരു വില്ലിൻ്റെ 2 തെല്ലിൻ്റെ ഇടയിൽ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതിനേക്കാളും അടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇരുത്തിയെന്ന് അള്ളാഹുവാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് ഏറ്റവും ചുരുക്കി പറയാൻ പറ്റിയത് ഒരു നുള്ളളവ്, അതിലേക്കാളും ചെറുതായിട്ട് നമുക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു വില്ലിൻ്റെ ഇരുതെല്ലിടയിൽ ഒരു നുള്ളളവിൽ ചെറുപഴുതിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഇരുത്തിയെന്നൊക്കെ പറയാൻ ആശയമാണ് അതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ പാട്ടിനെ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ജിൽ 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 ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ദാവൂദോർ വീണ വീട്ടിൽ കൊപ്പ് കൂട്ടി നിൽക്കുകയാണ്, അതിൻ്റെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ. കാരണം അതെനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് പല ആളുകളും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം ആ പാട്ടിൻ്റെ ഒരു റൈറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടാവ് എന്നുള്ള നിലയിൽ നിങ്ങളെങ്ങനെയാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്? ജന്നാത്തിൽ ഫിർദൗസിൽ പന്തലെന്നൊരുങ്ങണ് ജിൽ ജിൽ കിലുക്കി എന്ന് ദഫ് മേളം ഉയരണ്, അങ്ങനെ അതിൻ്റെ തുടക്കം വരുന്നത്. അതിലൊരുപാട് ഭാഗങ്ങൾ പലരും പല രീതിയിലും വായിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ദാവൂദ് നബി അലൈഹി സ്വലാം എന്താ വീണം വീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വേറെ സ്വർഗത്തിൽ വീണുണ്ടോ, ദാവൂദ് നബി വീണ വീട്ടോ, അതൊക്കെ ആയിരുന്നു. അത് പല നിലക്ക് ചോദിക്കുന്ന ആളുകൾ, വെറുതെ ആവശ്യമില്ലാതെ വിമർശനം എന്നുള്ള നിലക്ക് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു, അറിയാതെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു. 2 തലങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാലും അതിന് ഒരു വിശദീകരണം കൊടുക്കണം നമ്മൾ. ദാവൂദോർ വീണ വീട്ട് പറഞ്ഞാൽ ഒരിക്കലേ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യണം, അതിമനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ഓ നിങ്ങൾക്ക് ദാവൂദ് നബിനെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പദം തന്നെ മിസ്മാർ, വീണ എന്നുള്ള അർത്ഥം വല്ല മിസ്മാർ എന്നാണ്. അതിനർത്ഥം ഈ ദാവൂദ് നബി അലൈഹി സ്വലാം മിസ്മാർ ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നല്ല, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അതിമനോഹരമായ മാധുരിയായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിമനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, ദാവൂദ് നബി തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം കൂടെ എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പദം തന്നെ അവിടെ കൊടുത്തത്. ദാവൂദോർ വീണം വീട്ടിൽ കോപ്പ് കൂട്ടി നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ സ്വർഗ്ഗക്കല്യാണത്തിന് എന്തായാലും അവിടുന്ന് ദാവൂദ് നബിൻ്റെ
ധ്വനിരാഗങ്ങൾ ഉയരണമല്ലോ. അതെ. അതിൽ ഒരുപാട് ഭാഗങ്ങൾ ആലങ്കാരികമാണ്. പാട്ടാകുമ്പോൾ അങ്ങനെയുള്ള പല ഭാഗങ്ങളും ആലങ്കാരികമാണ്. എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ വീണ വീട്ടിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. സലാമൻ സലാമ, ആ മർഹബ ഗീതങ്ങൾ അവിടുന്ന് പാടുക, ആ നല്ല സ്വര വീജികൾ അവിടുന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ പാട്ടിൻ്റെ വരികളിലൂടെ തന്നെ വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കണം നമ്മൾ റിപ്പബ്ലിക് ഡേൻ്റെ സോങ്, അതിൽ മധുരിത ഇന്ത്യ, അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള തൂ തുമേ അനനഹമേ, അതിൻ്റെ ഒരു അർത്ഥം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം കൂടി എനിക്ക് കിട്ടണം. കാരണം നിങ്ങളെ ഓരോ വരികൾ നിങ്ങൾ നമ്മൾ ചെറിയ പോയിന്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൽ വലിയ അർത്ഥം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില സ്ഥലത്ത് വരാണ് നിങ്ങളെ അർത്ഥങ്ങൾ കിടക്കണം. അപ്പോൾ അത് പലരും ചോദിച്ചാൽ ചോദ്യം തന്നെയാണ്. അതെ. തൂ തൂ മേ അന നഹി ഹം ഹേ. ഇന്ത്യ എന്നുള്ള വലിയൊരു ആശയം അത് ഞാനോ എൻ്റേതോ നീയോ നിൻ്റേതോ ഒന്നുമല്ല, നമ്മൾ എന്നുള്ളതാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. നമ്മൾ അതാണ് ആശയം ശരിക്കും. അത് അങ്ങനെ ഒറ്റ വരിയിൽ തൂ തുമേ അനന ഹമേ അങ്ങനെ ഒറ്റ വരിയിലാണ്ട് ആശയം അതിലായിട്ട് കൊടുത്തു നമ്മൾ. നീയല്ല ഞാനല്ല നമ്മളാണ്, അതാണ് അതിൻ്റെ ആശയം വരുന്നത്. ഇപ്പം ഈ പാട്ടിൻ്റെ സെഷനുകളൊക്കെ, അതായത് പാട്ടിൻ്റെ റെക്കോർഡിങ്ങും കമ്പോസിങ് എങ്ങനെയാണെന്നുള്ള നമ്മൾ നേരത്തെ റെക്കോർഡിങ് സെഷൻസൊക്കെ അത് ഭയങ്കര രസമുള്ളൊരു സംഭവിക്കാറ്. ഇപ്പം എഴുത്തുകാരനായ ഞങ്ങളും അല്ലെങ്കിൽ കമ്പോസറും പാടുന്ന കുട്ടികളും ഇവരൊക്കെ തമ്മിലുള്ളവർക്ക് ആ ഒരു റെക്കോർഡിങ് സെഷൻസൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളമാണ് ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് ഉള്ള ഒരു റെക്കോർഡിങ് ടൈം എങ്ങനെയൊക്കെയാണ്? തുടക്കഘട്ടങ്ങളിലൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഇവരും നമ്മളെ മക്കളും തന്നെ അതിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. തുടക്കഘട്ടങ്ങളിലൊക്കെ ശരിക്ക് ഒറ്റ പാട്ടിന് തന്നെ 3 മണിക്കൂറിലധികമൊക്കെ, ഒരു പാട്ട് പറഞ്ഞാൽ 2-3 മിനിറ്റുള്ള ഒറ്റ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിയാൻ തന്നെ 3 മണിക്കൂറിലധികം പിടിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം കഴിച്ച് പോരാൻ പറ്റിയ രീതിയിലേക്ക് നമുക്ക് നമ്മളെ മക്കളെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ അവർക്ക് അതിൽ കഴിവുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പാട്ടുകളല്ലാതെ SSFൻ്റെ സാഹിത്യോത്സവ വേദികളിലുള്ള പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു പാട്ടായിരുന്നു ഈ നൂലറ്റ വട്ടമായി യോധ മാറുമ്പോൾ നാം നമ്മോട് തന്നെ സമരമാവുക എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അതുപോലെയുള്ള കേട്ടാൽ ഇങ്ങനെ വിപ്ലവം തോന്നണം, ആ രീതിയിലുള്ള നിങ്ങളെ വിപ്ലവ ഗാനങ്ങൾ, ആ ഒരു എഴുത്തുകളും കാര്യങ്ങളും പല കുട്ടികൾക്കാണ് SSFൻ്റെ ഇതിൽ എഴുതി കൊടുക്കുന്നത്. പല സോണ് അല്ലെങ്കിൽ പല സെക്ടർ പല യൂണിറ്റിലുള്ള കുട്ടികൾ അവസാനം സ്റ്റേറ്റിലെത്തുമ്പം വരികളിൽ കേൾക്കുന്നതെല്ലാം HS മൂന്നിയൂർ ആ ഒരു വരി രചന HS മൂന്നിയൂർ എന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ SSFൻ്റെ ഒരു സാഹിത്യോത്സവ ഓർമ്മകൾ എങ്ങനെയാണ്? സാഹിത്യോത്സവത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നത് ഖാദിസിയയിൽ സ്റ്റേറ്റ് നടന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ മുബഷിർ അദനി ടീമും പാടിയ ധീര യുവാക്കളെ ചരീതമോർക്കുന്ന എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനാണ്. സ്റ്റേറ്റ് അന്ന് ജില്ലയിലേക്കാണ് ആദ്യം എഴുതിയത്. ജില്ലയിൽ നിന്ന് 1-ാം സ്ഥാനം കിട്ടി. പിന്നെ സ്റ്റേറ്റിലും അതിന് 1-ാം സ്ഥാനം തന്നെ കിട്ടി. ആദ്യമായിട്ട് സാഹിത്യോത്സവത്തിന് വേണ്ടി എഴുതിയ പാട്ട് അതായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ചടുലമായ ചുവട് വെച്ച് ചിതറിടാത്ത ചിത്തമുത്ത് പടകളത്തിലേക്ക് നാം സടകുടഞ്ഞ് നീങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ശത്രുവിൻ്റെ ഹസ്ത്രമെത്ര ഗാത്രമിൽ തറക്കിലും തെറിച്ച ചോര നോക്കിയിടർക്കളത്തിൽ പൊരുത നാം എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ. അത് സ്റ്റേറ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് 2-ാം സ്ഥാനം 3-ാം സ്ഥാനത്തായി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. അതിൻ്റെ ശേഷമാണ് നമ്മളെ നൂലറ്റപ്പട്ടം എന്ന്. അപ്പോൾ പിന്നെ നമ്മളെ ഈ ശരിക്ക് വിപ്ലവഗാനങ്ങളുടെയൊക്കെ സ്ട്രക്ചർ തന്നെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് ആ പാട്ടിലൂടെ. നൂലറ്റപറ്റമായി ഭയങ്കര വൈറലായിരുന്നു. അതെ. അതൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ സാഹിത്യോത്സവങ്ങളിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മളെ വിപ്ലവഗാനങ്ങൾ കുറേ SSF സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, അതുപോലെ തന്നെ കുറേ
ഈ നമ്മളതിൽ നിന്ന് ഷഹീദായി പോയ കുറേ ആളുകളുടെ അതിൽ നമുക്ക് നേതൃത്വം നൽകിയ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഒക്കെ സ്മരിക്കുന്ന ഒരു രൂപം കൂടെ പഴയ കാലങ്ങളിലുണ്ടായിരുന്നു. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് അനുസ്മരണഗാനാണോ വിപ്ലവഗാനാണോ എന്ന് പോലും ഈ പാട്ടെഴുത്തുകാരുടെ ഇടയിൽ ഇത് ചർച്ച നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന ചർച്ചയിൽ പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത് വിപ്ലവഗാനാണോ അതല്ലെങ്കിൽ അനുസ്മരണഗാനാണോ എന്ന് പോലും ചിലപ്പോൾ എന്തായാലും സംശയിച്ച് പോകാറുണ്ട് ചില പാട്ടുകൾ. നമ്മൾ ഈ നൂലറ്റപ്പാട്ടത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ ഏറെക്കുറെയൊക്കെ പറ്റിയിട്ടുണ്ടായി എനിക്ക് തോന്നുന്നത്. അതിൽ നൂലറ്റപ്പട്ടമായി യുവത മാറുമ്പോൾ നാം നമ്മോട് തന്നെ സമരമാവുക എന്ന് പറഞ്ഞാൽ ജിഹാദുൻ നഫ്സ് അതാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹിയും സഹാബത്തും വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയാണ്, ഇപ്പോൾ കഴിഞ്ഞൊന്നല്ല യുദ്ധം, ഇനി നമ്മൾ ഇതിലും വലിയ മഹായുദ്ധത്തിലേക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ സഹാബത്ത് ചോദിക്കും, ഇതിലും വലിയ പോരാട്ടം ഇനി നടക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ ജിഹാദുൻ നഫ്സാണ്, നമ്മൾ നമ്മോട് തന്നെ പടപൊരുതുക. അപ്പോൾ ജിഹാദുൻ നഫ്സാണ് ശരിക്ക് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ആ ഒരു വലിയ ആശയം അതിലൂടെ കൊടുക്കാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അതാണ് ഇന്നത്തെ സമൂഹം ശരിക്ക് നൂലറ്റപ്പെട്ട നിയന്ത്രണമില്ലാതെ നടക്കുക. നൂലറ്റപ്പെട്ടാണ്, നിയന്ത്രിക്കാൻ ആളില്ല, ആ രൂപത്തിൽ നടക്കുന്ന യുവതയാണ്. രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്തേ ഉള്ളൂ, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ നമ്മോട് സമരമാവുക. ആ ഒരാശയം അതിൽ ന്യൂജൻ്റെ തട്ടകം അധർമ്മക്കോട്ടയാവുകിൽ ധർമ്മത്തിൻ വട്ടമായി നമ്മൾ മാറുക. അവരെന്തോ ആവട്ടെ, നമ്മൾ അവർക്ക് മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ശൈലിയൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അതിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഈ കഴിഞ്ഞ സാഹിത്യോത്സവിൽ സെക്കൻഡ് തേർഡ് കിട്ടിയ 2 പാട്ടുകളും അൽഹംദുലില്ലാഹ് ഞാൻ എഴുതി കൊടുത്തായിരുന്നു. ഒന്ന് നമ്മളെ മുബഷിർ അദനിയും ടീമായിരുന്നു ഒന്ന് പാടിയത്, ഒന്ന് എൻ്റെ നാട്ടിലെ എൻ്റെ സെക്ടറിലെ എൻ്റെ യൂണിറ്റിലെ ആളുകൾക്കും വേണ്ടിയിട്ട് എഴുതിയതുമായിരുന്നു. ഇപ്പോൾ ഏകദേശം സാഹിത്യോത്സവങ്ങളായിട്ടും മതത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. ഈ പാട്ടുകളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ടോ, അതോ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ എഴുതിയ ഇതിനായിട്ട് വിട്ടു പോകുന്നതാണോ? ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? സൂക്ഷിച്ച് വെക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു. നമ്മളെ ഈ വാട്സാപ്പൊക്കെ സജീവമാകുന്നതിന് മുമ്പ്. ഇപ്പോൾ ഫുള്ള് എഴുത്തും കുത്തും അയക്കലും ഒക്കെ ഇതിൽ തന്നെ ആയതുകൊണ്ട് ആ രംഗത്ത് നിന്ന് വല്ല ഒഴിഞ്ഞിട്ടുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കുട്ടികളെ ടൈപ്പ് ചെയ്യാൻ പാട്ട് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും 2 കോപ്പിയെങ്കിലും എടുത്തേക്കും, ഒന്ന് അവിടെ സൂക്ഷിച്ച് വെക്കുന്ന പതിവ് വന്നിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. ഏകദേശം ഒരു 2-3 കൊല്ലമൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയുള്ളൂ. എന്നാലും ഇനി അത് കളക്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏകദേശം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും എന്നുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്താണ് ആ ചോദ്യം. ഏകദേശം എത്ര എഴുതിയിട്ടുണ്ടാവും? ധാരണയില്ല, എന്നാലും ഏകദേശമൊക്കെ നമ്മളെ മയതിൻ്റെ സ്വാഗതഗാനങ്ങളാണ് കൂടുതലും മയതിൻ്റേതായിട്ടുള്ളത്. പിന്നെ റിപ്പബ്ലിക് ഗാനങ്ങൾ, പിന്നെ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട വിപ്ലവ ഗാനങ്ങൾ, അല്ലാത്ത മതഹ് ഗാനങ്ങൾ, അങ്ങനെയൊക്കെയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ അതിൻ്റെ എണ്ണം ഏകദേശം ഒരു 150-200 പറയുവാണെങ്കിൽ കറക്റ്റ് പറയാൻ വയ്യ. ഒരുപാട് പാട്ടുകൾ നമ്മൾ മതത്തിന് വേണ്ടിയിട്ട് SSFന് വേണ്ടിയിട്ടൊക്കെ എഴുതിയിട്ട്, മതത്തിനല്ലാതെ മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ പാട്ടുകളുണ്ടോ? ഓ ഉണ്ട്, ഇഷ്ടമുണ്ട്. ഇപ്പോൾ അതിൽ എടുത്തു പറയാനുള്ളത് നമ്മളെ കഴിഞ്ഞ മർക്ക സമ്മേളനത്തിന് ഷെയ്ഖുന സുൽത്താനുല്ലമ അവരെ വരവേറ്റുകൊണ്ടുള്ള പാടിയ പാട്ട് തന്നെ, ഉള്ളും പുറവും വെള്ളം നിറഞ്ഞ നിലാവരെ എന്നുള്ള ആ പാട്ട് തന്നെയാണ്. അത് അവിടുന്ന് അവരെ വിളിച്ചേൽപ്പിച്ച് ഞാൻ എഴുതി കൊടുത്ത പാട്ട് തന്നെയായിരുന്നു. അതിൻ്റെ മുമ്പ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പട്ടം ആയ ഉടനെ മുതലക്കുളം മൈതാനിയിൽ വലിയ സ്വീകരണം ഷെയ്ഖുനക്ക് സുൽത്താനുലുമ അവർക്ക് നൽകിയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന സ്വാഗതഗാനവും ഞാൻ എഴുതി കൊടുത്തു തന്നെയായിരുന്നു. അവിടെ പാടിയ നമ്മളെ മക്കൾ തന്നെയായിരുന്നു അവിടെ പാടിയിരുന്നത്. കാലത്തിൻ കാമിലർ കാന്തപുരം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നു, അത് ഞാൻ എഴുതി കൊടുത്തു തന്നെയായിരുന്നു. ഹസനിയയിൽ പാടിയ പാട്ട് എപ്പിസ്ഥാനം വന്നിട്ടുള്ള സ്വാഗതഗാനം. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഏകദേശം
സുൽത്താനുലും അവർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഏകദേശം സ്ഥലങ്ങളിലും അൽഹംദുലില്ലാ പാട്ട് ഞാൻ തന്നെയാണ് എഴുതി കൊടുക്കാറുള്ളത്. അൽഹംദുലില്ലാ അത് വലിയൊരു തൗഫീഖാണ്. അതിഥികളെ സൽക്കരിക്കൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും നമ്മളെ നിയത്തും അങ്ങനത്തെ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുകയിൽ നിന്ന് ഹദീസുണ്ട്. അപ്പോൾ ആ നിയത്തിൽ തന്നെയാണ് ഇതൊക്കെ എഴുതലും കുട്ടികൾക്ക് പഠിപ്പിക്കലൊക്കെ. അപ്പോൾ ഒരുപാട് അതിഥികളെ സൽക്കരിക്കാൻ മനസ്സ് നിറക്കാൻ നമുക്ക് അതല്ലെങ്കിൽ നമ്മളെ വരികളെ കൊണ്ട് പറ്റിയാൽ അത് വലിയൊരു തൗഫീഖാണ്. അൽഹംദുലില്ലാ. എഴുതി വെച്ചിട്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങാനുള്ള പ്രൊജക്റ്റുകൾ കുറേ ഉണ്ടാവും. ഏതൊക്കെയാണ് പുറത്തിറങ്ങാനുള്ള പ്രൊജക്റ്റുകൾ? നിങ്ങൾ തന്നെ എഴുതി വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് പുറത്തിറങ്ങാനുള്ള പ്രൊജക്റ്റ്, അങ്ങനെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? പൊതുവെ അങ്ങനെ എഴുതി വെക്കണ പരിപാടി തന്നെ ഇല്ല. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അതിനാണ്ട് എഴുതുക, അത് ഇറക്കാത്ര തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒന്ന് എഴുതി റെക്കോർഡൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത് ഇറക്കണം എന്ന് വിചാരിച്ച് വെച്ചൊരു പാട്ട് ഉണ്ട് നിലവിൽ. ഒറ്റ പാട്ട് തന്നെ ഉള്ളൂ അങ്ങനെ ചെയ്ത് വെച്ച്. സൂഫി ടച്ചിൽ വരുന്ന ഒരു പാട്ടാണ്. യാ വാഴും ഉദ്യാനത്തിൽ ഹൂ എന്നൊരു പൂവിടർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു സൂഫി ടച്ചുള്ളൊരു പാട്ടാണ് വരുന്നത്. അത് വിശദീകരണം കൂടി കൊടുക്കുമ്പോഴേ ആളുകൾക്ക് തിരിയുള്ളൂ. അങ്ങനത്തെ ഒരു പാട്ടാണ്. 4-6 ജില്ല കുലുക്കി ബാഹദ് തായും പൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുകൾ. മൊത്തത്തിൽ സൂഫി ടച്ചാണ്. 16ഉം 200ഉം എല്ലാം ശിവാനവരിൽ ഇല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. നിങ്ങൾ എഴുതിയ എല്ലാ പാട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതേക്കാരം. എന്നാലും അതിൽ നിങ്ങൾക്കൊരു ഫേവറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവും? ഒരുപാട് പാട്ടുകൾ നല്ല നല്ല റിപ്ലൈസുകൾ വന്നിട്ടുണ്ട്. നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുമ്പോൾ അതൊക്കെ വലിയ റാഹത്തും സന്തോഷമാണ്. ഏകദേശം പാട്ടുകളിലൊക്കെ ഏതെങ്കിലും നിശ്ചിത പോയിന്റുകൾ ആളുകൾ മനസ്സ് വെച്ചിട്ടുണ്ടാവും. അത് വലിയൊരു സന്തോഷമാണ്. എന്നാലും ഞാൻ എഴുതിയ പാട്ടുകളിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചു, ഒരു വില്ലിൻ ഇരുതെല്ലിടയിൽ നിന്നുള്ള ആ വലിയൊരു ആശയത്രയും ഒരു ചെറിയ വരികളിൽ ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ കഴിഞ്ഞ മഅദിൻ്റെ വാർഷികാഘോഷം മർക്കസ് മുറ്റത്തെ മഅദീൻ സന്തോഷം അവിടെ വെച്ച് നമ്മൾ മർക്കസിൽ വെച്ച് നടന്ന പരിപാടി, അതിൽ എഴുതി കൊടുത്ത പാട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെടുകയും അത് മർക്കസ് നല്ലൊരു ബുസ്താന ഇതിൻ ചാണക്യൻ ഒരു സുൽത്താന മഅദിൻ വിരിഞ്ഞത് മീസ്താന ഖമറും ബദറും ഗുരുസ്ഥാന ഇവർ മഫ്തിയിലുള്ള ഒരു മസ്താന നമ്മെ നയിക്കാൻ ഇവർ മതി വിജയപദം പുൽകാൻ ഖമറൈനി. എന്താ പറയുക, നമ്മൾക്ക് നമ്മളെ നയിക്കാൻ മാത്രം നമ്മൾ എങ്ങോട്ടും ഒരാളെടുത്തും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ആളുകളിങ്ങനെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പെടുന്ന കാലമാണ്. എവിടെയെങ്കിലും ഷെയ്ഖന്മാരുണ്ടോ, തർബിയത്ത് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പി പിടിച്ച് ഇങ്ങനെ വെറുതെ അന്തം വിട്ട് നടക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവർ മഫ്തിയിലുള്ള മസ്താന. ശരിക്കും മസ്താന്മാർ എന്നൊക്കെ പറഞ്ഞാൽ തിരുമ്പി കുളിക്കാതെ താടി മൂടിയൊന്നും വെട്ടാതെ ചടകുത്തി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഓല ഹാലിലങ്ങനെ നടന്ന് ശരിക്കും അള്ളാഹുവിൻ്റെ ഫിക്കറിലും ദിക്കറിലുമായിട്ട് അങ്ങനെ നടക്കും. അവരെ പറ്റിയാണ് പൊതുവേ നമ്മൾ മസ്താന്മാരെന്നൊക്കെ പറയാറുള്ളത്. ശരിയാണ്, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തന്നെ ആയിരിക്കും. ഇവർ മഫ്തിയിലുള്ള മസ്താന്മാരാണ്. അതെ, ബദറുസ്താദാത്തും ബദറും ഖമറും എന്ന് പറഞ്ഞാൽ ഇവർ ഫുൾ ടൈമും നല്ല കുളിച്ച് ഫ്രഷായി താടി മുടിയൊക്കെ വെട്ടി നന്നാക്കി ഒതുക്കി ബെൻസ് കാറിലൊക്കെ അങ്ങനെ യാത്ര ചെയ്ത് നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച്, എന്നാലോ ഇവർ മഫ്തിയിലണിഞ്ഞ വേഷം മാറി വന്ന മസ്താന്മാരാണ് ഇവർ. ശരിക്ക് നമ്മെ നയിക്കാൻ ഇവരെന്നെ ഇഷ്ടം പോകണം, ധാരാളമാണ്. വിജയപകടം പുൽകാണെങ്കിൽ ഈ ഖമറൈനി മതി. ബദർ ഖമർ എന്നുള്ള ഈ ഖമറൈനി ഇത് രണ്ടും മതി എന്നുള്ള വലിയൊരു
സന്ദേശം കൂടെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റിയ ആ 2 വരികൾ എനിക്കതിന് വലിയ ഇഷ്ടപ്പെട്ട വരികളായിരുന്നു. അതെ. പാട്ടിൻ്റെ മേഖലയിൽ പാട്ട് എഴുത്തും അല്ലെങ്കിൽ പാട്ട് പാടുന്നതും കമ്പോസിങ്ങിനായിട്ട് നിങ്ങളെ പാട്ട് പാടുന്നതായിട്ടുള്ള കമ്പോസിങ്ങിനൊക്കെ ഉള്ള കുട്ടികളുണ്ട്. ഇതിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾക്ക് എഴുതാനോ രചനയിൽ എങ്ങനെയാണ് ആ പരിശീലനത്തിൻ്റെ ഒരു? രചനയിലൊക്കെ ഒരുപാട് മുമ്പ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഏത് പാട്ട് ഇറങ്ങുമ്പോഴും ഏതെങ്കിലും 1-2 വരികൾ ഈ പാടുന്ന കുട്ടികളുടെ ഉണ്ടാവും. അതെ. കാരണം അവരുടെ വരികൾ പുറത്ത് പാടി കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മോട്ടിവേഷനാണ്. അധികം പാട്ടുകളിലും അവരുടെ ഏതെങ്കിലും ഒരു വരിയെങ്കിലും ഞാൻ നിർബന്ധിപ്പിച്ച് ചേർപ്പിക്കും. അതെനിക്ക് ആ ഒരു വരി പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരിക്കലല്ല, ഓൽക്കും അറിയാം. എന്നാലും അവരുടെ ഒരു വരിയെങ്കിലും അതിൽ വേണം, നിർബന്ധമാണ്. അത് അവർക്ക് പാട്ട് മേഖലയിലേക്ക് എഴുത്ത് മേഖലയിലേക്ക് വരാൻ വലിയൊരു കാരണമാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് മുബശ്ശിർ അതിനൊക്കെ നല്ല നല്ല ഒരുപാട് മദ്ഹ് ഗാനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. വലിയ സന്തോഷമൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ അവിടെ നമ്മളെ ഹിഫ്ളിൽ തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വേറെ കുട്ടികൾ ഇതേപോലെ തന്നെ കവിതകൾ പാട്ടുകളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊക്കെ വരുന്ന ചില പാട്ടുകൾക്കൊക്കെ ഈ വിളി വരുമ്പോൾ ഞാൻ ആ കുട്ടികളൊക്കെ ഏൽപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. പിന്നെ ഞാൻ അവരെ ഇരുത്തിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഇവിടെ മാറ്റേണ്ട ഭാഗങ്ങൾ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ക്ലിയറാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ പരിശീലന രീതി അതാണ് നടക്കാറുള്ളത്. നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാത്തൊരു കിളിയായിരുന്നു. കുറേ കാലം പിടിക്കാൻ നോക്കിയിട്ടും കിട്ടാത്തൊരു പറവായിരുന്നു. പാറി പാറി നടക്കുകയായിരുന്നു ആൾ. ഇന്നാണ് ഞങ്ങളെ കൂട്ടിൽ കിട്ടിയപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാട്ടിൻ്റെ ഉള്ളിലൂടെയും പാട്ടിൻ്റെ ഓരോ വരികളുടെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം ഏകദേശം ഒരുപാട് സമയം നമ്മളോട് ചിലവഴിച്ചതിന് ഒത്തിരി സന്തോഷം. നിങ്ങളങ്ങനെ കിട്ടാത്ത ഒരാളെ ഇന്ന് പിടി വന്നതിന് ഭയങ്കര ഒരു സന്തോഷം. നിങ്ങൾക്ക് പിടി തരണ്ട എന്ന് തോന്നിയിട്ടുണ്ടാകും. എന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി. ഇനിയും ഒരുപാട് വരികളും അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ HS മൂന്നിയൂർ അല്ലെങ്കിൽ ഹബീബ് സഅദി മൂന്നിയൂർ എന്ന ബ്രാൻഡിലൂടെ പുറത്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മാദിൻ അപ്ഡേറ്റ്സ്.